എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അബുദാബിയിൽ പ്രവർത്തിക്കുന്ന IIT-യിലേക്കുള്ള അഡ്മിഷന്റെ പ്രൊസീജിയറിനെ പറ്റിയാണ്. ആർക്കൊക്കെയാണ് അവിടെ സീറ്റ് ലഭിക്കുന്നത്, ഏതൊക്കെ രീതിയിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് വഴിയാണ് അവിടെ സീറ്റ് ലഭിക്കുന്നത് എന്നതിനെ പറ്റിയാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അബുദാബി IIT-യെ പറ്റി ഒന്ന് സംസാരിക്കട്ടെ. കഴിഞ്ഞ 2024-ലാണ് IIT അബുദാബി അവിടെ ഓപ്പൺ ആയത്. ഇത് ഡൽഹി IIT-യുടെ മറ്റൊരു ബ്രാഞ്ചായിട്ട് ആണ് അബുദാബിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നിലവിൽ BTech കോഴ്സസ് 3 കോഴ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, എനർജി സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നിങ്ങനെ 3 കോഴ്സസിനോട് കൂടി 60 സീറ്റാണ് ഇപ്പോൾ നിലവിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ 60 സീറ്റിലേക്കുള്ള അഡ്മിഷൻ അവർ എടുക്കുന്നത് ഏതെല്ലാം എൻട്രൻസ് എക്സാമിനേഷൻസ് വഴിയാണ്, ആർക്കൊക്കെയാണ് ഈ സീറ്റിന് എലിജിബിലിറ്റി ഉള്ളത് എന്നതിനെ പറ്റിയാണ്. മെയിൻ ആയിട്ടും 2 എൻട്രൻസ് എക്സാമിനേഷൻസ് ആണ് IIT അബുദാബിയിലേക്ക് അവർ കൺസിഡർ ചെയ്യുന്നത്. ഒന്നാമത്തെ എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞാൽ JEE അഡ്വാൻസ്. JEE അഡ്വാൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. JEE മെയിൻ ക്ലിയർ ചെയ്ത് വരുന്നവർ എഴുതുന്ന ഒരു എക്സാം ആണ് JEE അഡ്വാൻസ്. അതുവഴി മെറിറ്റിൽ സീറ്റ് ലഭിക്കുന്നവർക്കാണ് IIT അബുദാബിയിലേക്ക് അവർ കൺസിഡർ ചെയ്യുന്നത്. അത് ആ ഒരു സീറ്റ് മൊത്തത്തിലെ ഓൺലി ഫോർ ഇന്ത്യൻസിന് റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു വന്ന പോയിന്റ് അനുസരിച്ച് 20 സീറ്റ് ആണ് ഓരോ കോഴ്സസിലും, ടോട്ടൽ 60 സീറ്റ്. അപ്പൊ അതിനകത്ത് 1/3 ഓഫ് സീറ്റ് ഫുള്ളി റിസർവ്ഡ് ഫോർ ത്രൂ JEE അഡ്വാൻസ്. അപ്പോൾ ബാക്കിയുള്ള സീറ്റിലേക്കുള്ള അഡ്മിഷൻ എങ്ങനെയാണ് അവർ ഫില്ല് ചെയ്യുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ സീറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി അബുദാബി IIT ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു പുതിയ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് CAET, അതായത് കമ്പൈൻഡ് അഡ്മിഷൻ എൻട്രൻസ് ടെസ്റ്റ്. ഈ ടെസ്റ്റിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, ആർക്കൊക്കെയാണ് ഈ ടെസ്റ്റ് എഴുതാൻ പറ്റുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ മെയിൻ ആയിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത്. മെയിൻ ആയിട്ടും 2 കാറ്റഗറീസിലുള്ളവർക്കാണ് ഈ CAET എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പറ്റുന്നത്. ഒന്നാമത്തത് UAE നാഷണൽസിനാണ്. നമ്മൾ 1/3 ഓഫ് സീറ്റ്സ് ആർ ഫുള്ളി റിസർവ്ഡ് ഫോർ UAE നാഷണൽസ് ഇൻ IIT അബുദാബി. അപ്പോൾ അവര് എഴുതുന്ന ഒരു ടെസ്റ്റാണ് CAET. ഈ ടെസ്റ്റ് വഴിയാണ് അവരുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. അടുത്ത ഒരു 1/3 ഓഫ് സീറ്റ് ഉണ്ട്. ആ 1/3 ഓഫ് സീറ്റ് എനി നാഷണാലിറ്റീസിന് ഓപ്പൺ ആണ്. അത് UAE-യിൽ താമസിക്കുന്നവരാവണം എന്ന് നിർബന്ധമുണ്ട്. UAE-യിൽ താമസിക്കുന്നവരും സ്കൂളില് അവര് ഇവിടെ PCM എടുത്ത് പഠിക്കുന്നവരുമായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമായിട്ടാണ് എലിജിബിലിറ്റി ഈ CAET എൻട്രൻസ് എക്സാമിനേഷൻ അവർ വെച്ചിരിക്കുന്നത്. അതായത് 1/3 ഓഫ് സീറ്റ് ഫുള്ളി CAET ഫോർ എനി നാഷണാലിറ്റീസ് ഹു ആർ റിസൈഡിങ് വിത്തിൻ UAE അവർക്ക് വേണ്ടി ഓപ്പൺ ആണ്. അപ്പൊ ആ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണമെങ്കിൽ മുഖ്യമായിട്ട് നമ്മൾ പറഞ്ഞു അത് UAE-യിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒന്നാണ്. അത് എഴുതണമെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ബേസിക് ക്രൈറ്റീരിയാസ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഒന്ന് നോക്കാം. അതിനായിട്ട് ബേസിക് ആയിട്ട് ഉള്ള ഒരു ഫസ്റ്റ് ക്രൈറ്റീരിയ എന്നുള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഈ 3 സബ്ജക്റ്റ് ആയിരിക്കണം ഇവിടെ 11ലും 12ലും അവർ പഠിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാനായിട്ടുള്ള പെർമിഷൻ ഉള്ളൂ. രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും 2 സബ്ജക്റ്റിന് 75 ആൻഡ് എബവ് പെർസെന്റേജ് മാർക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവണം. അതായത് ഫിസിക്സോ കെമിസ്ട്രിയോ മാത്തമാറ്റിക്സ് ഇതിൽ ഏതെങ്കിലും 2 സബ്ജക്ട് എടുക്കുമ്പോൾ ഈ 2 സബ്ജക്റ്റിനും ഇൻഡിവിജ്വൽ ആയിട്ട് 75 ആൻഡ് എബവ് പെർസെന്റേജ് മാർക്ക് നിർബന്ധമാണ്. അത് കൂടാതെ 5 സബ്ജക്ട്, +2-ൽ നമുക്ക് 5 സബ്ജക്റ്റ് ആണല്ലോ ഉള്ളത്. ഈ 5 സബ്ജക്റ്റും കൂടെ ചേർന്ന് 80 ആൻഡ് എബവ് പെർസെന്റേജ് മാർക്കും നിർബന്ധമാണ്. അതുകൂടാതെ മറ്റൊരു ക്രൈറ്റീരിയ എന്നുള്ളത് ഈ സ്റ്റുഡന്റ് ഇപ്പോൾ ഈ +2 പഠിച്ച് ഈ CAET എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ആവുന്ന ഈ സ്റ്റുഡന്റ് നിർബന്ധമായിട്ടും മിനിമം ഗ്രേഡ് 8 മുതൽ UAE-യിൽ പഠിച്ചിട്ടും ഉണ്ടാവണം. 8 മുതൽ ഇങ്ങോട്ട് 12th വരെ UAE-യിൽ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. അതിനു മുമ്പുള്ളവർക്ക് പ്രശ്നമല്ല. ഇപ്പൊ 10ാം ക്ലാസ്സിൽ UAE-യിലോട്ട് വന്നുള്ള ഒരു കുട്ടിയാണെങ്കിൽ ദേ ആർ നോട്ട് ക്വാളിഫൈഡ് ഫോർ റൈറ്റിംഗ് ദിസ് എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയാസ് വളരെ നിർബന്ധമാണ്. ഇങ്ങനെയുള്ളവർ മാത്രമാണ് ഈ എൻട്രൻസ് എക്സാമിനേഷൻസ് എഴുതാൻ. ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത
ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് CIET എൻട്രൻസ് എക്സാമിനേഷൻസ് എഴുതാൻ ക്വാളിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ സീറ്റിന്റെ കാര്യം ആദ്യം പറഞ്ഞു. 60 സീറ്റ്, 60 സീറ്റില് 20 സീറ്റ് പ്യൂർലി റിസർവ്ഡ് ഫോർ ലോക്കൽസ്, ബാലൻസ് 40 സീറ്റ്. 40 സീറ്റില് 20 സീറ്റ് ഈ CIET എൻട്രൻസ് എക്സാമിനേഷൻസ് വഴി എനി നാഷണാലിറ്റീസ് ഹു ആർ റിസൈഡിംഗ് വിത്തിൻ UAE അവർക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ സീറ്റിന്റെ കാര്യം ആദ്യം പറഞ്ഞു. 60 സീറ്റ്, 60 സീറ്റില് 20 സീറ്റ് പ്യൂർലി റിസർവ്ഡ് ഫോർ ലോക്കൽസ്, ബാലൻസ് 40 സീറ്റ്. 40 സീറ്റില് 20 സീറ്റ് ഈ CIET എൻട്രൻസ് എക്സാമിനേഷൻസ് വഴി എനി നാഷണാലിറ്റീസ് ഹു ആർ റിസൈഡിംഗ് വിത്തിൻ UAE അവർക്ക് ചെയ്യാവുന്നതാണ്. ബാക്കി 20 സീറ്റാണ് നമ്മൾ ആദ്യം പറഞ്ഞ JEE അഡ്വാൻസ് എൻട്രൻസ് എക്സാമിനേഷൻസ് വഴിയുള്ളത്. അപ്പൊ ഇത് നമ്മൾ നോക്കുമ്പോൾ മൊത്തം 40 സീറ്റിന് നമ്മൾ ഇന്ത്യൻസ് എലിജിബിൾ ആണ്. ആദ്യത്തെ 20 സീറ്റ് എന്നുള്ളത് CIET എൻട്രൻസ് എക്സാമിനേഷൻസ് വഴിയായിട്ടും അടുത്ത 20 സീറ്റ് JEE അഡ്വാൻസ് വഴിയായിട്ടും. അപ്പോൾ കൃത്യമായിട്ടും ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ IIT അബുദാബിയുടെ വെബ്സൈറ്റിൽ കയറിയാൽ കാണാൻ സാധിക്കും. അതനുസരിച്ച് എല്ലാവരും ആ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഈ വർഷത്തെ CIET എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 6-ാം തീയതി വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ഈ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കും. അതിനുള്ള ലിങ്ക് കാര്യങ്ങളും നിങ്ങൾ IIT അബുദാബിയുടെ വെബ്സൈറ്റിൽ പോയാൽ കാണുവാൻ സാധിക്കും. അത് ചെയ്യേണ്ടതാണ്. അത് ആദ്യം നമ്മൾ പറഞ്ഞത് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്നവർ മാത്രം. അതുകൂടാതെ 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ്സ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. 16-ാം തീയതിയാണ് എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. 2 പാർട്ടായിട്ടായിരിക്കും എക്സാം നടക്കുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ അഡ്മിഷന്റെ കാര്യം, ഇത് ഓപ്പൺ ആയിരിക്കുന്ന രജിസ്ട്രേഷൻ പാർട്ട്. അടുത്ത പാർട്ട് മാർച്ചിൽ വീണ്ടും ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഈ ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്യുന്നവർ ആരെങ്കിലും JEE അഡ്വാൻസ് വഴി അല്ലാതെ ഈ CIET എൻട്രൻസ് എക്സാമിനേഷൻസ് വഴിയായിട്ട് അഡ്മിഷൻ ഉള്ളവരുണ്ടെങ്കിൽ അവര് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് എക്സാമിനേഷന് വേണ്ടി തയ്യാറാവുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ എഡ്യൂക്കേഷൻ സംബന്ധമായ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.